ഉരുൾപൊട്ടലിന്റെ മുറിവുണങ്ങാത്ത വയനാട് ചൂരൽമലയിൽ വീണ്ടും ആശങ്കയേറ്റി മലവെള്ളപ്പാച്ചിൽ. പുന്നപ്പുഴയിൽ ജലനിരപ്പ് ഉയർന്നതോടെ അട്ടമല റോഡ് മുങ്ങി. ഉരുൾപൊട്ടലുണ്ടായ ഭാഗത്ത് ചെറിയ മണ്ണിടിച്ചിലുണ്ടായെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. ആശങ്ക വേണ്ടെന്നും ജാഗ്രത പുലർത്തുന്നെന്നും റവന്യൂ മന്ത്രി പറഞ്ഞു. ചൂരൽമലയിൽ റവന്യൂ വകുപ്പ് സഹായമൊന്നും നൽകുന്നില്ലെന്ന് പറഞ്ഞ് നാട്ടുകാർ മണിക്കൂറുകളോളം പ്രതിഷേധിച്ചു. കഴിഞ്ഞ 2 ദിവസമായി കനത്ത മഴയാണ് മുണ്ടക്കൈ ചൂരൽമല മേഖലയിൽ പെയ്യുന്നത്. പുന്നപ്പുഴയിൽ ജലനിരപ്പ് ഉയർന്ന് ചെളിവെള്ളം കുത്തിയൊലിക്കുന്നു. മഴ കനത്തതോടെ ആശങ്കയിലായ ദുരന്തബാധിതർ ഉൾപ്പെടെയുള്ളവർ പ്രതിഷേധവുമായി രംഗത്തെത്തി. സർക്കാർ വാക്കു പാലിക്കുന്നില്ലെന്നും ജീവനോപാധി ഉൾപ്പെടെ ലഭിക്കേണ്ട സഹായങ്ങളൊന്നും ലഭിക്കുന്നില്ലെന്നും പരാതി. മണിക്കൂറുകളായി ഇവിടെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് ഈ സമയം വരെ തഹസിൽദാറോ കളക്ടറോ ഉത്തരവാദിത്തപ്പെട്ട ഒരാളും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നില്ല. പ്രതിഷേധം കനത്തതോടെ തഹസിൽദാർ സ്ഥലത്തെത്തി ദുരിതബാധിതരെ അനുനയിപ്പിക്കാൻ ശ്രമം നടത്തി. എന്നാൽ കളക്ടർ സ്ഥലത്തെത്തണമെന്ന നിലപാടിൽ ഉറച്ച പ്രതിഷേധക്കാർ. സർക്കാർ ഏത് നിലക്കാണ് പരിഗണിക്കാന്ന് ഞങ്ങൾക്ക്, പക്ഷെ ഞങ്ങൾ ഇപ്പൊ പറയുന്നത് ഈ 3 വാർഡിലെ ജനങ്ങൾക്ക് ദിനബത്ത കൊടുക്കുമെന്ന് ഡെപ്യൂട്ടി കളക്ടർ ഞങ്ങൾക്ക് ഉറപ്പ് തരണം. അല്ലാതെ ഞങ്ങൾ ഒരു ഇഞ്ച് പിന്നോട്ട് പോവില്ല. ഡെപ്യൂട്ടി കളക്ടറെ ഞങ്ങൾ തടഞ്ഞു വെക്കും, ഉദ്യോഗസ്ഥരെ ഞങ്ങൾ തടഞ്ഞു വെക്കും. താൽക്കാലികമായി ഞങ്ങൾ പരിശോധിക്കുക, ഞങ്ങൾ സംസാരിക്കട്ടെ, ഞങ്ങൾ പരിഹാരം ഉണ്ടാക്കുക. ഈ രീതിയിലുള്ള ഒരു ഉറപ്പും ഇനി ഞങ്ങൾ സ്വീകരിക്കില്ല. പ്രതിഷേധക്കാരുമായി സംസാരിച്ച ADM കെ ദേവകി ദുരന്ത സമയത്ത് 10, 11, 12 വാർഡുകളിൽ താമസിച്ച മുഴുവൻ ആളുകൾക്കും ദിവസവേതനം നൽകുമെന്ന് ഉറപ്പ് നൽകി. തോട്ടം തൊഴിലാളികളുടെ കാര്യം അതിനുശേഷം പരിഗണിക്കുമെന്ന് ADM ഉറപ്പ് നൽകിയതോടെ പ്രതിഷേധം അവസാനിപ്പിച്ചു. ചൂരൽമലയിലേതുൾപ്പെടെ വയനാട്ടിലെ മഴ ജാഗ്രതയോടെ നിരീക്ഷിക്കുകയാണെന്നും ദുരിതബാധിതർക്ക് ജീവനോപാധി ഉൾപ്പെടെ വിതരണം ചെയ്യുന്നുണ്ടെന്നും മന്ത്രി കെ രാജൻ. ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടില്ലെന്നും മന്ത്രി. അവിടെ മാത്രമല്ല, വയനാട് ജില്ലയിൽ എവിടെയും ഉരുൾപൊട്ടലുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും സാഹചര്യമില്ല. ഒഴുകി വരുന്ന വെള്ളത്തിൽ പഴയ ചില സ്ഥലങ്ങളിൽ കെട്ടിനിന്നിരുന്ന ഡെബ്രികൾ ഉൾപ്പെടെ വരുന്നുള്ളതായിട്ട് കാണുന്നുണ്ട്. അതല്ലാതെ അതിൽ കവിഞ്ഞ ഏതെങ്കിലും വലിയ ഗുരുതരാവസ്ഥയൊന്നുമില്ല. നല്ല ജാഗ്രത പാലിക്കാൻ ഉദ്യോഗസ്ഥന്മാരോട് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടില്ലെന്നാണ് ജില്ലാ ഭരണകൂടവും റവന്യൂ അധികൃതരും സ്ഥിരീകരിക്കുന്നത്. മലമുകളിൽ ചില ഭാഗങ്ങളിൽ മണ്ണിടിച്ചിൽ ഉണ്ടായെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. ഉരുൾ ദുരന്തത്തിൽ തകർന്ന മുണ്ടക്കൈയിൽ ജനവാസമില്ലാത്തതിനാൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. കഴിഞ്ഞുപോയ ദുരന്തത്തിന്റെ ഞെട്ടൽ ഇനിയും വിട്ടുമാറാത്ത ചൂരൽമലക്കാർക്ക് ആശങ്ക വിട്ടൊഴിഞ്ഞിട്ടില്ല. ബെയിലി പാലത്തിന് സമീപം വെള്ളം കയറിയതിനെ തുടർന്ന് ഏതാനും തൊഴിലാളികൾ കുടുങ്ങി. ജലനിരപ്പ് താഴ്ന്നതോടെ ഇവരെ തിരികെ എത്തിച്ചു. ബെയിലി പാലത്തിലൂടെയുള്ള ഗതാഗതം പോലീസ് തടഞ്ഞത് നേരിയ സംഘർഷത്തിനിടയാക്കി. മഴ തുടരുമെന്നും ജലനിരപ്പ് ഉയരുമെന്നും ഒരു മുന്നറിയിപ്പും സർക്കാരും സംവിധാനങ്ങളും നൽകിയിട്ടില്ലെന്ന് നാട്ടുകാർ ആരോപിച്ചു. ഇന്ന് ഇങ്ങനെ കനത്ത മഴ ഉണ്ടാവുന്നുള്ള ഒരു മുന്നറിയിപ്പ് പോലും സർക്കാർ തന്നിട്ടില്ല. സ്ഥലത്തെത്തിയ വില്ലേജ് ഓഫീസറെയും റവന്യൂ ഉദ്യോഗസ്ഥരെയും നാട്ടുകാർ തടഞ്ഞു. ധനസഹായവുമായി ബന്ധപ്പെട്ട് സർക്കാർ വാക്ക് പാലിച്ചില്ലെന്ന് ആരോപിച്ചായിരുന്നു പ്രതിഷേധം. ഞങ്ങൾക്ക് നീതി കിട്ടുന്നില്ല, ഞങ്ങളെ മാറ്റിപ്പാർപ്പിച്ച് ഞങ്ങൾക്ക് വാടക തരുന്നില്ല, ഞങ്ങൾക്ക് നിത്യോപകരണ കൂലിയായ 300 വെച്ച് അത് തരുന്നില്ല. സർക്കാരിന്റെ കയ്യിൽ പൈസ ഉണ്ടായിട്ട് എന്താ കാര്യം? ഈ വർഷവും കാലവർഷത്തിനിടെ ഇവിടെ കനത്ത മഴ ഉണ്ടായെങ്കിലും ഇത്രയധികം നീരൊഴുക്ക് ഇതാദ്യമായാണ്. മരങ്ങളും പാറക്കല്ലുകളും പുന്നപ്പുഴയിലൂടെ ഒഴുകിയെത്തി. പക്ഷേ ആശങ്കപ്പെടാനുള്ള സാഹചര്യമില്ലെന്നാണ് റവന്യൂ അധികൃതരും ജില്ലാ ഭരണകൂടവും ആവർത്തിക്കുന്നത്. ന്യൂസ് മലയാളം, വയനാട്.